ഞാൻ അമ്മയിലൊരു അംഗം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലുമാണ് വന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ കമ്മിറ്റികളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ ക്യൂരിയോസിറ്റി കാരണവും ഇഷ്ടം കാരണവും തന്നെ കമ്മിറ്റിയിൽ വന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ഉഷേത്ത പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോ കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരികയും അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമായതോടെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ ആ കമ്മിറ്റി പിരിച്ചു വിടുകയും ചെയ്തത്. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലുതായിരുന്നു. ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ആ കമ്മിറ്റി തന്നെ വീണ്ടും അഡോ കമ്മിറ്റി ആയത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും മാസങ്ങൾ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. അത് നീങ്ങണമെന്നുണ്ടെങ്കിൽ അത് നോക്കി നടത്താൻ ഒരു കമ്മിറ്റി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന അതേ കമ്മിറ്റി വീണ്ടും അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അഡോ കമ്മിറ്റി എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവിനി എങ്ങനെ അഡോ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. സഞ്ജീവിനി നമ്മുടെ ആ കമ്മിറ്റി രാജിവെച്ച് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ തീരുമാനമെടുത്ത ഒരു പ്രൊജക്റ്റായിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവിനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം മരുന്നുകൾ എത്തുന്നത്. അപ്പോൾ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും സഞ്ജീവിനി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും മറ്റു 3 കൊട്ടേഷൻ എടുക്കുന്നതും. അങ്ങനെ വിളിച്ച മൊത്തം കൊട്ടേഷനുകളിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ സഞ്ജീവിനി പദ്ധതിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയെ ഉൾപ്പെടുത്തുകയും മരുന്നുകൾ കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തത്. പക്ഷെ നമ്മൾ സഞ്ജീവിനി പ്രൊജക്ട് ഓൺ ആയതിനു ശേഷമായിരുന്നു ജനറൽ സെക്രട്ടറി അവിടുന്ന് സ്ഥാനമൊഴിയുന്നതും ഈ കമ്മിറ്റി അഡോ കമ്മിറ്റിയായി മാറുന്നത്. അപ്പൊ ആ അഡോ കമ്മിറ്റി തീരുമാനിച്ചത് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ച സഞ്ജീവിനി പ്രൊജക്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം 5000 രൂപ കൊണ്ട് മരുന്നുൾപ്പെടെ ജീവിത ചെലവ് മൊത്തം താങ്ങി നിർത്തുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അമ്മയിൽ. അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നു 5000 രൂപയ്ക്ക് മരുന്നും വാങ്ങി ഒരു മാസം അവർ ചെലവും കഴിയുക പറയുമ്പോൾ. അപ്പൊ അവർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5000 രൂപ അവർക്ക് അവരുടെ ജീവിത നിത്യ ചെലവുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങിയതാണ് സഞ്ജീവിനി. അപ്പൊ അഡോ കമ്മിറ്റി അത് ഏറ്റെടുത്ത് സഞ്ജീവിനി പ്രൊജക്ട് തുടങ്ങി എല്ലാവർക്കും കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു സഞ്ജീവിനി ലോഞ്ച് ചെയ്തത്. സഞ്ജീവിനി ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു, അമ്മയിലെ മറ്റു പല അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഫടികം ജോർജ് സാറിന്, നമ്മുടെ ബീന കുമ്പളിങ്ങി ചേച്ചി, അങ്ങനെ കുറെ പേർക്ക് മരുന്നുകൾ കൊടുത്തിട്ടായിരുന്നു നമ്മളതിന് തുടക്കം കുറിച്ചത്. അതൊരു നല്ല കാര്യമാണ് ചെയ്തത്. അത് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ ആ കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു അതാണ് നടപ്പിലാക്കിയത്. അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നല്ലൊരു കാര്യം ചെയ്തതിനെയാണോ ഇത്രയും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡോ കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡോ കമ്മിറ്റി ആവാൻ പറ്റിയില്ല? എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി അഡോ കമ്മിറ്റിയായി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പൊ അത്രയും എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡോ കമ്മിറ്റി ആവേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു.
ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നുമില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡ്വോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്വോ കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്വോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്വോ കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡ്വോ കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡ്വോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡ്വോ കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്നത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചിയെയും പുതിയ അഡ്വോ കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.